വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി. എല്ലാവരെയും ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കർത്താവിൻ്റെ ആനന്ദം, കർത്താവിൻ്റെ സന്തോഷം നമ്മളെല്ലാവരെയും ഈ ദിവസങ്ങളിൽ നിറയ്ക്കുകയാണ്. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഓരോ ദിവസവും പുതിയ പ്രത്യാശയോടെ പുതിയ കാര്യങ്ങൾ പഠിക്കുവാൻ, പുതിയ വെളിപ്പാടുകൾ സ്വീകരിക്കുവാൻ, കർത്താവ് പുതിയ കാര്യങ്ങൾ ചെയ്യുവാനുള്ള ഒരു പ്രതീക്ഷയോടെ എല്ലാ ദിവസവും നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെയും ഇന്ന് പകലും അതിൻ്റെ ഇറ്റ്സ് നോ ഡിഫറെൻറ്റ്. വി ആർ സ്റ്റിൽ ഹിയർ എക്സ്പെക്ടിങ് മൈറ്റി തിങ്സ് ഫ്രം ദ ലോഡ്. ഈ സമയത്ത് ലൈവ് ചാറ്റിൽ നിങ്ങൾക്ക് എവിടെ നിന്നാണ് ജോയിൻ ചെയ്യുന്നത് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. നമുക്ക് പരസ്പരം ഗ്രീറ്റ് ചെയ്യാം. വിത്ത് ഗോഡ്സ് ലവ് പ്രൈസ് ദി ലോർഡ് പറയാം, ഹല്ലേലൂയ പറയാം, ഗുഡ് മോർണിംഗ് പറയാം. ലെറ്റ്സ് വെൽക്കം ദ ബ്ലെസ്സിംഗ് ടുഡേ ഫാമിലി ഇൻ ടു today's episode. So അതിനുവേണ്ടി നമുക്ക് തയ്യാറെടുക്കാം. ഇന്ന് we are going to listen to a powerful message, The Prisoners of Hope, പ്രത്യാശയുടെ തടവുകാർ എന്ന പവർഫുൾ മെസ്സേജാണ് പാസ്റ്റർ ഇന്ന് നമ്മളോട് സംസാരിക്കാൻ പോകുന്നത്. ബട്ട് അതിനു മുമ്പ് ഇന്നത്തെ ഒരു കോ സ്പോൺസറുണ്ട്, സുരേഷ് ബാബു ആൻഡ് നിഷ സുരേഷ് ഫ്രം അടൂർ. രണ്ട് പേരും നമ്മുടെ ബ്ലെസ്സിംഗ് ടുഡേ ഫാമിലിയുടെ ഇമ്പോർട്ടൻ്റ് ആൾക്കാരാണ്. ഒരു വ്യക്തി ദുബായിലാണ്, ഒരു വ്യക്തി നാട്ടിലുണ്ട്. രണ്ടുപേരും നമ്മുടെ രണ്ട് ചേർച്ചസിലും ആക്റ്റീവാണ്. നമുക്ക് ഒരുമിച്ച് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് ഇളയ മകൻ ഡോൺ സുരേഷിൻ്റെ 18ാമത്തെ ജന്മദിനമാണ്. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ ഡിയർ ഡോൺ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രണ്ട് മക്കളെയും ഞാൻ നേരിട്ട് നമ്മുടെ ചില ബ്ലെസ്സിംഗ് ടുഡേ മീറ്റിംഗ്സിൽ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഇനിയും കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കും. കർത്താവെ, 18 വർഷം ഈ മകനെ അങ്ങ് അനുഗ്രഹിച്ചല്ലോ കർത്താവെ. യു ഹവ് ഗിവൺ ഹിം എ ഗുഡ് ഫ്യൂച്ചർ. ആ ഫ്യൂച്ചറെ ഞങ്ങൾ ഒരുമിച്ച് ബ്ലെസ് ചെയ്യുന്നു. മകൻ്റെ ആരോഗ്യം, മകൻ്റെ ഫ്യൂച്ചർ, ആത്മീയമായിട്ടുള്ള വളർച്ച എല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവെ. അപ്പോൾ തന്നെ മൂത്ത മകൻ ബെന്നിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ബെന്നിനെ കർത്താവെ അങ്ങ് അനുഗ്രഹിക്കണമേ. എല്ലാ ബ്ലെസ്സിങ്സ്, എസ്പെഷ്യലി വിദ്യാഭ്യാസത്തിൽ എല്ലാ ബ്ലെസ്സിങ്സ് ഉണ്ടായിരിക്കട്ടെ, ഭാവിയിൽ എല്ലാ ബ്ലെസ്സിങ്സ് ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വി ബ്ലെസ് ബോത്ത് ദ സൺസ് ഫാദർ ഇൻ ദ നെയിം ഓഫ് ദ ഫാദർ സൺ ആൻഡ് ദ ഹോളി സ്പിരിറ്റ്. ഞങ്ങൾ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ഫോർ സ്പോൺസറിങ്. ഇതുപോലെ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹമുള്ള വ്യക്തികൾക്കെല്ലാം നമ്മുടെ ടീമിനെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. ഗോഡ് ബ്ലെസ് യു. നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ വചന സന്ദേശത്തിലേക്ക് പ്രവേശിക്കാം. അതിനു മുമ്പ് ഓർപ്പിക്കട്ടെ, ഈ വെള്ളിയാഴ്ച മറക്കരുത്, നമ്മുടെ ആനുവൽ ബ്ലെസ്സിംഗ് ടുഡേ പ്രേയർ ഡേ ആണ്, ഇൻഡിപെൻഡൻസ് ഡേ ആണ്. എല്ലാവർക്കും അവധിയാണ്. നേരിട്ട് വരിക. രാവിലെ 10 മണി മുതൽ 4 മണി വരെ നമ്മൾ ഒരുമിച്ച് നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എസ്പെഷ്യലി പ്രാർത്ഥനാ വിഷയങ്ങളുള്ള വ്യക്തികൾ സ്ക്രീനിൽ കാണുന്ന ഡീറ്റെയിൽസിലേക്ക് വാട്സാപ്പിലൂടെയോ ഇമെയിലിലൂടെയോ നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയങ്ങൾ അയച്ചു തരിക. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. സോ ഗോഡ് ബ്ലെസ് യു. നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. എൻ്റെ ചെറുപ്പകാലത്ത് ഞങ്ങളുടെ ഗ്രാമത്തിൽ ഒരു ലൈബ്രറിയിൽ ഒരു പണ്ഡിറ്റ് കറുപ്പൺ മെമ്മോറിയൽ ഒരു ഗ്രാമീണ വായനശാല ഉണ്ടായിരുന്നു. അവിടെ എനിക്ക് മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടുന്ന് ഈ വായിക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ട് പുസ്തകങ്ങൾ ഇങ്ങനെ എടുത്ത് വായിക്കും. അങ്ങനെ എടുത്ത് വായിച്ചുകൊണ്ടിരിക്കുന്ന അതിൽ ഒരു പുസ്തകം 2ാം ലോക മഹായുദ്ധ കാലത്തെക്കുറിച്ചായിരുന്നു. 2ാം ലോക മഹായുദ്ധ കാലത്ത് ഏറ്റവും ആർക്കും ലോക ചരിത്രത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒന്നാണ് ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും ആണവ ബോംബുകൾ കൊണ്ടുപോയിടുന്നത്. അപ്പോൾ ഈ ആറ്റം ബോംബുകൾ പൊട്ടി ഒറ്റയടിക്ക് ആ പൊട്ടുന്ന സമയം തന്നെ 80,000 പേർ മരിച്ചു. അതിനുശേഷം അങ്ങോട്ട് ആയിരങ്ങൾ മരിച്ച് അനേക വർഷങ്ങളാണ് അതിൻ്റെ റേഡിയേഷനും അതിൻ്റെ പ്രത്യാഘാതങ്ങളുമായി അടുത്ത തലമുറയിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ പോലും വിരൂപമായി ഇങ്ങനെ അങ്ങ് പോവുകയാണ്. എന്നാൽ ഇത് പൊട്ടിയ സമയത്ത് ഉള്ള ഒരു ദൃക്സാക്ഷി വിവരണം, ഒരാൾ അതിൻ്റെ സർവൈവറാണ്. അയാൾ എങ്ങനെയോ രക്ഷപ്പെട്ടു. പക്ഷെ തൻ്റെ മുമ്പിൽ മനുഷ്യർ മരിച്ചു വീഴുന്നതും കെട്ടിടങ്ങൾ ഇടിഞ്ഞു വീഴുന്നതും അഗ്നിക്കാറ്റ് പോലെ തീയും അതിൻ്റെ പുറകെ മണൽക്കാറ്റും എല്ലാമായിട്ട് ആ ബോംബ് സ്ഫോടനത്തിൻ്റെ ആഘാതത്തിൽ നടന്ന സംഭവങ്ങൾ വിവരിക്കുന്ന ഒരു പുസ്തകം. ഏതോ ഇംഗ്ലീഷിലോ എന്തോ എഴുതപ്പെട്ട ഒരു പുസ്തകത്തിൻ്റെ ട്രാൻസ്ലേഷനാണ്. പുസ്തകത്തിൻ്റെ ടൈറ്റിലൊക്കെ ഞാൻ മറന്നുപോയി. പക്ഷെ ആ സംഭവങ്ങളൊക്കെ ഇന്നും എൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അദ്ദേഹം ഈ എഴുതുന്നയാള് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തൻ്റെ മുമ്പിൽ
ഈ എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. യുദ്ധം നടക്കുന്നതെന്നറിയാം, പക്ഷെ ഇങ്ങനെ ഒരു ബോംബ്, ആണവ ബോംബ് ആദ്യമായിട്ടാണ് പൊട്ടുന്നത്. സാധാരണ ബോംബ് സ്ഫോടനങ്ങളുണ്ട്, പക്ഷെ അതിനേക്കാളൊക്കെ ഒത്തിരി മടങ്ങ് ശക്തമായ ബോംബ് സ്ഫോടനത്തിൽ അദ്ദേഹം നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ആളുകൾ ഓടുമ്പോൾ ആ ഓടുന്ന വഴിക്ക് ശരീരത്തിൽ നിന്ന് മാംസം അതുപോലെ പാളികളായി അടർന്ന് വീണിട്ട് അസ്ഥി മാത്രമായിട്ട് ചെന്ന് വീഴുന്ന കാഴ്ചയൊക്കെയാണ് കാണുന്നത്. അപ്പൊ അദ്ദേഹം അതിന്റെ സർവൈവർ ആയതുകൊണ്ട് അതിനുശേഷം അദ്ദേഹം ഈ പുസ്തകം എഴുതി. അപ്പോ ഈ 2 വലിയ സ്ഥലങ്ങൾ, ഹിരോഷിമ, നാഗസാക്കി, 2 സ്ഥലങ്ങൾ മുഴുവൻ തകർന്നു പോയി. ജപ്പാനിലെ സംഭവമാണ്. എന്നാൽ വിത്തിൻ നോ ടൈം അവിടുത്തെ മനുഷ്യര് ആ പട്ടണങ്ങളെ, ആ സ്ഥലങ്ങളെ വീണ്ടും പണിതു. ജപ്പാൻ ലോകത്തിൽ വ്യവസായത്തിൽ 1-ാം സ്ഥാനത്തേക്ക് കയറിയ ഒരു സംഭവം ഉണ്ടായി. എന്ന് പറഞ്ഞാൽ പെട്ടെന്നാണ് അവരെ ഒരു തിരിച്ചുവരവ് നടത്തി. നശിച്ച് എല്ലാം തകർന്നു പോയ, ഒന്നുമില്ലാത്തതുപോലെ ആയിപ്പോയതിനെ വീണ്ടും അവർ പണിതെടുത്തു. അപ്പോൾ ഇതെൻ്റെ ഓർമ്മയിലേക്ക് വരാൻ കാരണം 2019 എൻ്റെ ഓർമ്മ. US ഒരു മിനിസ്റ്ററി ട്രിപ്പിന് വേണ്ടി, ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാനും ഷമ്മാ സിസ്റ്ററും പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു ഡയറക്റ്റ് ഫ്ലൈറ്റ് കിട്ടിയില്ല. അപ്പോൾ ഇത്തിരി കറങ്ങിയാണ് പോയത്. ഇവിടുന്ന് കൊച്ചിയിൽ നിന്ന് സിംഗപ്പൂർ പോയി, സിംഗപ്പൂരിൽ നിന്ന് ടോക്കിയോയിൽ പോയി, ടോക്കിയോയിൽ നിന്ന് കാലിഫോർണിയയിൽ പോയി. അങ്ങനെയാണ് ആ പ്രാവശ്യം ശുശ്രൂഷയ്ക്ക് വേണ്ടി അങ്ങോട്ട് പോയത്. ടോക്കിയോയിലേക്ക് ഇറങ്ങുമ്പോൾ, ജപ്പാനിലേക്ക് ഇറങ്ങുമ്പോൾ, അന്ന് ഈ ഗ്രാമീണ വായനശാലയിൽ നിന്നും എടുത്ത പുസ്തകം വായിച്ചതെല്ലാം കൂടി എൻ്റെ തലയിലേക്ക് വന്നു. അങ്ങനെ ഞാൻ അതൊക്കെ ഇങ്ങനെ ഉള്ളിലിങ്ങനെ ഓർമ്മയിൽ വന്നു. ഞാൻ കാലിഫോർണിയയിലെത്തി. അപ്പം ഇത്രയും ദൂരം റൗണ്ട് അബൌട്ട് വേയിൽ പോയതുകൊണ്ട് ഭയങ്കരമായ ക്ഷീണവും ജെറ്റ് ലാഗും ഉള്ളത് കൊണ്ട് ഞാൻ കിടന്നങ്ങ് ഉറങ്ങിപ്പോയി. മണിക്കൂറുകൾ കഴിഞ്ഞ് ഞാൻ എഴുന്നേൽക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ ഒരു ടേം ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. പ്രിസണേഴ്സ് ഓഫ് ഹോപ്പ്, പ്രിസണേഴ്സ് ഓഫ് ഹോപ്പ്. അതിങ്ങനെ ഉള്ളിൽ, അതുമായിട്ടാണ് ഞാൻ എഴുന്നേറ്റ് വരുന്നത്. പ്രത്യാശയുടെ തടവുകാർ, പ്രത്യാശയുടെ ജയിൽ പുള്ളികൾ, പ്രത്യാശയുടെ ബദ്ധന്മാർ എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ പറയാവുന്ന പ്രിസണേഴ്സ് ഓഫ് ഹോപ്പ്, ആ ഒരു ടേമുമായിട്ടാണ് ഞാനിങ്ങനെ എഴുന്നേറ്റ് വരുന്നത്. അപ്പോൾ അത് എവിടെയോ വചനത്തിൽ വായിച്ചത് ഓർമ്മയുണ്ട്, പക്ഷെ കൃത്യമായിട്ട് അറിയാത്തതുകൊണ്ട് ഞാൻ സെർച്ച് ചെയ്ത് ആ വചനമൊക്കെ കണ്ടുപിടിച്ചു. ആ വചനം വായിച്ചു. അതിനുശേഷം കർത്താവിൻ്റെ ഉള്ളിൽ ഒരു വലിയൊരു സന്ദേശം തന്നു. വളരെ പവർഫുള്ളായി ഒരു മെസ്സേജ് ഓഫ് ഹോപ്പ്, പ്രത്യാശയുടെ ഒരു സന്ദേശം കർത്താവ് എൻ്റെ ഉള്ളിൽ തന്നു. ഞാനത് പറഞ്ഞിട്ടുണ്ട് പല സ്ഥലത്തും, പക്ഷെ ഞാൻ നിങ്ങളുമായി ഇങ്ങനെ 1-on-1, അതെ, ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് ഇപ്പോൾ. അല്ലെങ്കിൽ നിങ്ങളായിരിക്കുന്ന ഓഫീസിൽ എവിടെ ഇരുന്നുകൊണ്ടാണ്, ഒരു ഹോസ്പിറ്റലിൽ ഇരുന്നുകൊണ്ടായിരിക്കും നിങ്ങളിത് കാണുന്നത്, വണ്ടി ഓടിച്ചുകൊണ്ടായിരിക്കും കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ആ വണ്ടിയിലുണ്ട്. ഈ പ്ലാറ്റ്ഫോമിലൂടെ ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വന്ന് നിങ്ങളുടെ അടുത്ത് നേരിട്ട് നിങ്ങളുമായി 2 പേർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി സംസാരിക്കുന്നത് പോലെ ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണ്. There is hope for you. നിങ്ങൾക്ക് ഒരു പ്രത്യാശയ്ക്ക് വകയുണ്ട്, നിങ്ങൾക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. നിങ്ങൾ കണ്ണിൽ നോക്കിയാൽ പറയാം, നിങ്ങൾക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഏതെങ്കിലുമൊക്കെ കാര്യത്തിൽ മൊത്തത്തിൽ എവിടെയെങ്കിലുമൊക്കെ നിരാശ തളം കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോടാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾക്കും പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. അതിന് കാരണം, നിങ്ങൾ വീടങ്ങ് തകർന്നു പോയെന്നിരിക്കട്ടെ. ഇപ്പോൾ നമുക്കിവിടെ 2018 വലിയ വെള്ളപ്പൊക്കം ഉണ്ടായി. അതിനുമുമ്പ് സുനാമി വന്നു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ നാച്ചുറൽ കലാമിറ്റിയിലോ ഒക്കെ വീടങ്ങൾ മൊത്തം തകർന്നു പോയെന്നിരിക്കട്ടെ. വീട് തകർന്നു പോകുമ്പോൾ അതോടൊപ്പം അതിനകത്തുള്ള എല്ലാം പോയെന്നിരിക്കട്ടെ. ഉടുതുണിക്കും മറുതുണിയില്ലാതെ നിങ്ങൾ നിൽക്കുകയാണ്. എല്ലാം പോയി. എൻ്റെ അകത്ത് വെച്ചിരുന്ന SSLC ബുക്കും പാസ്പോർട്ടും സാധനങ്ങളും എല്ലാം പോയി. ഇനി എങ്ങനെ ജീവിക്കും, ഇനി ജീവിച്ചിട്ട് എന്തിനാ എന്നല്ലേ നമ്മുടെ ആദ്യം ചിന്തിക്കുന്നത്. എല്ലാം നഷ്ടപ്പെട്ടു. ഇനി എങ്ങനെ മുന്നോട്ട് പോകും? വാട്ട് ഈസ് ലൈഫ്, വാട്ട് ഈസ് ഫ്യൂച്ചർ? ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിലും, എന്ന് വെച്ചാൽ ജീവിതം മൊത്തം തകർന്ന ഒരവസ്ഥ. വീടെന്ന് ഞാൻ ഉദ്ദേശിച്ച ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. മൊത്തത്തിൽ ജീവിതം മുഴുവൻ തകർന്നു പോയെന്നിരിക്കട്ടെ. ഞാൻ കുറച്ചുകൂടി അങ്ങ് ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞാൽ,
അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നോ ഒന്നുമല്ല, അങ്ങനെ എല്ലാവരും അങ്ങനെയാണെന്നൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. വിവാഹ ജീവിതം തകർന്നു, കുടുംബജീവിതം തകർന്നു, മക്കളിട്ടിട്ട് പോയി, ഭാര്യ ഇട്ടിട്ട് പോയി, അല്ലെങ്കിൽ ഡിവോഴ്സായി, സെപ്പറേറ്റഡായി, വളരെ ഒരു പാത്രത്തിൽ നിന്ന് എല്ലാവരും കൂടെ ഭക്ഷണം കഴിച്ചിരുന്നത് പോലെ ഒറ്റ കുടുംബമായി സ്നേഹിച്ച് സല്ലപിച്ച് ജീവിച്ചിരുന്ന കുടുംബം പലവിധ പ്രശ്നങ്ങളിൽ കലഹിച്ച് ചിതറിപ്പോയി. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടുന്നില്ല, ഫോൺ വിളിക്കുന്നില്ല, തിരിഞ്ഞു നോക്കുന്നില്ല. നിങ്ങളുടെ കഷ്ടകാലത്ത് കൂടപ്പിറപ്പുകളോളം നിങ്ങളെ വിളിക്കുന്നില്ല, ഒറ്റപ്പെട്ടു. അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ ഫാമിലി കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയി. ആരും സഹായിക്കാനില്ല. സാമ്പത്തികമായ വലിയ ബാധ്യത, കടഭാരം. ഇനി എന്തൊക്കെ ചെയ്താലും ഈ ആയുസിൽ ഈ കടം വീട്ടാൻ പറ്റില്ലെന്ന് നിങ്ങൾക്ക് ഉത്തമ വിശ്വാസമുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നാണക്കേടിൽ ചെന്നുപെട്ടു, തെറ്റായ ചില ബന്ധങ്ങളിൽ ചെന്നുപെട്ടുപോയി, ഊരാക്കുരുക്കിൽ ചെന്നുപെട്ടുപോയി, നാണക്കേടാവും. നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെങ്കിലും അത് നിങ്ങളുടെ ഒരു വ്യക്തിയുടെ കഥ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ കഥയാണ്. എന്നാൽ ഹിരോഷിമ, നാഗസാക്കി 2 വലിയ സ്ഥലങ്ങൾ, 2 പട്ടണങ്ങൾ നശിച്ചുപോയി. അതിനെ അവർ തിരിച്ചു പണിതു. അങ്ങനെയെങ്കിൽ ജീവിച്ചിരിക്കുന്ന, നമ്മെ സ്നേഹിക്കുന്ന ഒരു പിതാവ് സ്വർഗത്തിലുള്ളപ്പോൾ ഒരു തിരിച്ചുവരവിന് സാധ്യതയില്ലേ? മറുപടി പറയണം. ഉണ്ടെങ്കിൽ ലൈവ് ചാറ്റിൽ ഇപ്പോൾ ടൈപ്പ് ചെയ്തിടണം, എനിക്കൊരു തിരിച്ചുവരവുണ്ട്, ഐ ഹാവ് എ കം ബാക്ക്. എനിക്കൊരു തിരിച്ചുവരവുണ്ട് എന്ന് ഇപ്പോൾ ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. നിങ്ങൾക്ക് എന്ത് നഷ്ടപ്പെട്ടു, അതിലേക്കൊരു തിരിച്ചുവരവ്, ഒരുപക്ഷെ അതിനേക്കാൾ നല്ല രീതിയിലേക്കൊരു തിരിച്ചുവരവിനുള്ള എല്ലാ സാധ്യതയും ദൈവം മുകളിൽ ഉള്ളത് കൊണ്ട് നിങ്ങൾക്കുണ്ട്. ഇപ്പോൾ പഴയ നിയമത്തിൽ ഒരുപക്ഷെ ചിലരൊക്കെ പറയുന്നതനുസരിച്ച് ജോബ് അല്ലെങ്കിൽ ഇയ്യോബിന്റെ പുസ്തകമാണ് ആദ്യം എഴുതപ്പെട്ടതെന്നും അദ്ദേഹത്തിന്റെ എല്ലാം തകർന്ന് ദൈവം അദ്ദേഹത്തിന് ഇരട്ടിയായി എല്ലാം കൊടുത്തു എന്നൊക്കെ നമ്മൾ വായിക്കുന്നു. പക്ഷെ അതൊക്കെ കഥകളല്ലേ ബ്രദറെ, ബൈബിൾ കഥയല്ലേ. അതൊക്കെ സംഭവിച്ചു കാണും. പക്ഷെ എന്നെ പോലെ ഉള്ള ഒരാളുടെ കാര്യത്തിൽ കർത്താവ് അത് പ്രവർത്തിക്കുമോ? അപ്പോൾ ഞാൻ ചോദിക്കുന്നത് എന്താ, നമ്മൾ ഏതെങ്കിലും സ്റ്റെപ്പ് മദറിന്റെ മക്കളാണോ? രണ്ടാമത്തെ വിവാഹത്തിലുള്ള മക്കളാണോ നമ്മളെന്ന്? നമ്മൾ അവനിൽ നിന്ന് ജനിച്ച അവൻ്റെ കുഞ്ഞുങ്ങളാണെങ്കിൽ, നാം ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ, കർത്താവിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തിന് മുഖപക്ഷം ഇല്ല എന്ന അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായത്തിൽ വ്യക്തമായി പത്രോസ് പറയുന്നുണ്ട്. ദൈവത്തിന് മുഖപക്ഷം ഇല്ല എന്നും ഏത് ജാതിയിലും ദൈവത്തെ അന്വേഷിക്കുന്നവരെ അവൻ തള്ളിക്കളയാതെ അവരെ സ്വീകരിക്കുമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടൊരു പ്രസംഗം അവിടെ ഉണ്ട്. അദ്ദേഹത്തിന് തന്നെ അത് മനസ്സിലായ അനുഭവത്തിലൂടെ. കാരണം പത്രോസ് യഹൂദന്മാരുടെ അടുക്കലല്ലാതെ വേറെ എങ്ങും പോവില്ല, സുവിശേഷം പറയാൻ പോലും പോവില്ല. ആ മനുഷ്യന്റെ ദർശനത്തിലൂടെ മാറ്റം വരുത്തി, തൻ്റെ മൈൻഡ് സെറ്റ് മാറ്റി, യഹൂദരല്ലാത്തവരുടെ അടുക്കിലേക്ക് കൂടെ അദ്ദേഹം പോകാൻ തുടങ്ങി. അങ്ങനെ ഒരു മാറ്റം അദ്ദേഹത്തിനുണ്ടായപ്പോൾ കിട്ടിയ വെളിപ്പാടാണ് ഏത് ജാതിയിലുള്ളവരെയും ദൈവം സ്നേഹിക്കുന്നു. അയ്യോ, ഞാനത് ഒന്നുകൂടെ എടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. ഏത് ജാതിയിലുള്ളവരെയും ദൈവം സ്നേഹിക്കുന്നു. ക്രിസ്ത്യാനികളെ മാത്രം സ്നേഹിക്കുന്ന, അവർക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിലല്ല ഞാൻ വിശ്വസിക്കുന്നത്. ജാതി നോക്കാത്ത, മതം നോക്കാത്ത, ഒന്നും നോക്കാത്ത, ഒരു ബാക്ക്ഗ്രൗണ്ടും നോക്കാത്ത, തന്നിൽ വിശ്വസിക്കുന്ന, തന്നോട് പ്രാർത്ഥിക്കുന്ന ഏതൊരു വ്യക്തിയെ കടാക്ഷിക്കുന്ന ഒരു വിശാല ഹൃദയമുള്ള ദൈവത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. പലപ്പോഴും ബ്ലെസ്സിംഗ് ടുഡേയിൽ പ്രാർത്ഥനയ്ക്ക് വരുന്ന ചിലരൊക്കെ മനസ്സില്ലാ മനസ്സോട് അല്ലെങ്കിൽ അറച്ചറച്ചെന്നോട് പറയും, ഞങ്ങൾ ക്രിസ്ത്യാനികളൊന്നും അല്ല, ഞങ്ങൾക്ക് ഇതൊന്നും അറിയാൻ പാടില്ല, പ്രാർത്ഥിക്കാനും അറിയില്ല, ക്രിസ്തുവിനെ അറിയില്ല, ഒന്നും അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മുൻകൂർ ജാമ്യം എടുക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ഉള്ളിൽ ആ സമയത്ത് ചിന്തിക്കും, പലപ്പോഴും ബ്ലെസ്സിംഗ് ടുഡേയുടെ മീറ്റിങ്ങുകളിൽ ക്രിസ്ത്യാനികൾ അനുഗ്രഹം പ്രാപിക്കുന്ന, ക്രിസ്ത്യാനികളെന്ന് അഭിമാനിക്കുന്ന, ക്രിസ്തീയ പശ്ചാത്തലത്തിലുള്ള ആളുകൾ പ്രാപിക്കുന്നതിനേക്കാൾ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ക്രിസ്തീയ പശ്ചാത്തലം ഇല്ലാത്ത ആളുകൾ വന്ന് പെട്ടെന്ന് പ്രാപിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പത്രോസിന് മനസ്സിലായത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ദൈവം ഏത് ജാതിയിൽ നിന്നുള്ള, ജാതി നോക്കാത്ത, മതം നോക്കാത്ത, അതുപോലെ വിദ്യാഭ്യാസ നിലവാരം നോക്കാത്ത, കയ്യിലെ കാശ് നോക്കി സ്നേഹിക്കാത്ത, സകലരെയും തുറന്ന് സ്നേഹിക്കുന്ന, സകലരും രക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഹൃദയത്തിൻ്റെ ഉടമയാണ് ഞാൻ
പ്രതിനിധീകരിക്കുന്ന ദൈവം. God is a big God. He has a big heart. അപ്പൊ നമുക്ക് ആ വചനം ഒന്ന് വായിക്കാം. ഞാൻ തപ്പിപ്പിടിച്ചെടുത്ത ആ വചനം ഞാനൊന്ന് പറയാം. സഖറിയാവിന്റെ പുസ്തകം 9:12. സഖറിയ 9:12. ഇംഗ്ലീഷിൽ ഞാൻ ആദ്യം വായിക്കും. Return to your fortress, you prisoners of hope. Even now I announce that I will restore twice as much to you. ദൈവത്തിൻ്റെ ഒരു വാഗ്ദത്തമാണ്. ഇസ്രായേൽ ജനത്തിന് ഒറിജിനലി കൊടുത്തൊരു വാഗ്ദത്തമാണ്. മലയാളത്തിൽ നിങ്ങൾ വായിച്ചു കാണും. പ്രത്യാശയുള്ള ബദ്ധന്മാരെ, കോട്ടയിലേക്ക് മടങ്ങി വരുവിൻ, ഞാൻ നിനക്ക് ഇരട്ടിയായി പകരം നൽകുമെന്ന് ഞാൻ ഇന്ന് തന്നെ പ്രസ്താവിക്കുന്നു. എനിക്ക് ചാടാനും തുള്ളാനൊക്കെ തോന്നുന്നുണ്ട്. പ്രത്യാശയുള്ള ബദ്ധന്മാരെ, ഇംഗ്ലീഷിൽ പ്രിസണേഴ്സ് ഓഫ് ഹോപ്പ്. പ്രത്യാശയുടെ തടവുകാർ, പ്രത്യാശയുടെ ജയിൽ പുള്ളികൾ, പ്രത്യാശയാൽ ജയിലിൽ അടയ്ക്കപ്പെട്ട ജയിൽ പുള്ളികൾ, പ്രത്യാശയുടെ തടവുകാർ. അതൊക്കെ വിശദീകരിച്ച് ഇങ്ങോട്ട് വരാനായിട്ട് എനിക്ക് ഇത്തിരി സ്ട്രഗിളുണ്ട്. അകത്ത് കുറേയൊക്കെ എന്തൊക്കെയോ നിറയുന്നുണ്ടെങ്കിലും ശരിയായ വാക്കുകൾക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്യുകയാണ്. ഇതിൻ്റെ കുറച്ച് പശ്ചാത്തലമൊക്കെ നമ്മൾ മനസ്സിലായെങ്കിൽ മാത്രമേ എന്താണ് കർത്താവ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഇതിൻ്റെ പശ്ചാത്തലം, ഏത് ബൈബിൾ വാക്യത്തിനും ഒരു പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലം മനസ്സിലാക്കിയാൽ മാത്രമേ എന്ത് കർത്താവ് ഇവിടെ പറഞ്ഞു. നമ്മൾ ഈ പശ്ചാത്തലത്തിൽ നിന്ന് അടർത്തിയെടുത്ത പല വചനങ്ങളും ഒത്തിരി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ ശരിയായ അർത്ഥം മനസ്സിലാക്കിയാൽ മാത്രമേ അതിൻ്റെ പൊരുൾ തിരിഞ്ഞു കിട്ടൂ. ഓക്കെ, ഇതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഇസ്രായേൽ ജനം, പഴയ നിയമത്തിലെ ദൈവജനം ആയി തെരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേൽ, യഹൂദ വംശം, അവര് ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച് ദൈവത്തിനെതിരെ ജീവിച്ചത് കൊണ്ട് അവർ ക്യാപ്റ്റീവ്സ് ആയി, പിടിക്കപ്പെട്ടവരായി, പ്രവാസികളായി പിടിക്കപ്പെട്ട് 70 വർഷം ബാബിലോണിലേക്ക് പോയി. അപ്പോൾ അവരുടെ സ്വന്തം രാജ്യം എല്ലാം നഷ്ടപ്പെട്ട് വേറൊരു രാജ്യത്തെ അടിമകളായിട്ട് ഇവരെ പിടിച്ചോണ്ടുപോയി. 70 വർഷം എന്ന് ഓർക്കണം. ഈ 70 വർഷത്തിനകത്ത് ജനിച്ച് മരിച്ചവർ കാണും. പിന്നെ ഇവിടുന്ന് പോയ കൂട്ടത്തിൽ തന്നെ 70 വർഷത്തിൽ കൂടുതൽ ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമേ പഴയ ഓർമ്മ ഉണ്ടാകുള്ളൂ. എന്ന് വെച്ചാൽ സ്വന്തം നാട്ടിൽ ഇസ്രായേൽ ജീവിച്ചിരുന്ന കാലഘട്ടവും പിന്നെ ഈ ഒരു അന്യനാട്ടിൽ വിദേശികളുടെ സ്ഥലത്ത്, ഇന്നിപ്പോൾ നമ്മൾ അമേരിക്കയിലെ, UK-യിൽ, ഓസ്ട്രേലിയ, ഇന്ത്യക്കാർ പോയി നല്ല നല്ല ജോലി എടുക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. ഇത് അടിമകളായി, യുദ്ധത്തിൽ തടവുകാരായി പിടിച്ചുകൊണ്ടുപോകപ്പെട്ടവരാണ്, തടവുള്ളികളാണ്. അങ്ങനെ അടിമകളായി അവിടെ ജീവിക്കുകയാണ്. അപ്പോൾ അന്യനാട്ടിൽ തടവുള്ളികളായി ജീവിച്ചിരിക്കുന്നവരും പിന്നെ കുറേ പേര്, അവശേഷിച്ച കുറേ പേര് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്, ഇസ്രായേലിലുണ്ട്. അവരോട് എല്ലാവരോടുമായി ദൈവം പറയുകയാണ്, അവരെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്, പ്രത്യാശയുള്ള ബദ്ധന്മാരെ, അല്ലെങ്കിൽ പ്രത്യാശയുടെ തടവുകാരെ. അതൊരു ഭയങ്കര വിളിയല്ലേ? എനിക്ക് തോന്നുന്നു BC ഒരു ഏകദേശം ഒരു 6-ാം നൂറ്റാണ്ടിലെ സംഭവമാണ് ഈ പറയുന്നത്. യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വരുന്നതിന് മുൻപ് 500 വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവമാണ് ഈ പറയുന്നത്. ആ ഒരു 70 വർഷത്തെ കാലഘട്ടം, അതിനുള്ളിൽ സഖറിയാവ് എന്ന ഈ പ്രവാചകൻ അന്നത്തെ കാലത്ത് ഈ ക്യാപ്റ്റീവ്സായി, അടിമകളായി പിടിച്ചുകൊണ്ട് പോകപ്പെട്ട ആളുകളോട് പറയുകയാണ്, പ്രത്യാശയുള്ള ബദ്ധന്മാരെ, പ്രിസണേഴ്സ് ഓഫ് ഹോപ്പ്. നിങ്ങൾ, അവരെ കുറിച്ച് പറയുന്നത്, നിങ്ങൾ കോട്ടയിലേക്ക് മടങ്ങി വരുവിൻ. കോട്ട എന്നോട് ഉദ്ദേശിക്കുന്ന ഇസ്രായേൽ, അവരുടെ സ്വന്തം രാജ്യം. അവരുടെ സ്വന്തം രാജ്യമാണ് അവർക്ക് സംരക്ഷണം നൽകുന്നത്. ആ കോട്ടയിലേക്ക് മടങ്ങി വരുവിൻ, ഞാൻ നിങ്ങൾക്ക് ഇരട്ടിയായി പകരം നൽകും. എന്തെല്ലാം നഷ്ടപ്പെട്ടതിൻ്റെ ഡബിൾ തന്നേക്കാം എന്ന് ഞാൻ ഇന്ന് തന്നെ പ്രസ്താവിക്കുന്നു. അപ്പോൾ ദൈവം അനുസരണക്കേട് കാണിച്ച ജനത്തെ എന്നേക്കുമായി ദൈവം തള്ളിക്കളഞ്ഞില്ല. ചിലരോട് പരിശുദ്ധാത്മ പറയുന്നു, ഒരുപക്ഷെ നിങ്ങളുടെ പാപങ്ങൾ നിമിത്തം, നിങ്ങളുടെ കുരുത്തക്കേടുകൾ നിമിത്തം, റോങ് ഡിസിഷൻസ് നിമിത്തം, തെറ്റായ ചില തീരുമാനങ്ങൾ നിമിത്തം നിങ്ങൾ ചില പ്രശ്നങ്ങളിലൊക്കെ കുരുങ്ങിപ്പോയി. കടബാധ്യതയിലാകാം, പലിശക്കടം, ഇന്ന് പേടിച്ചിട്ട് കോൾ എടുക്കുന്നില്ല, അതുപോലെ കടബാധ്യത. ഇതൊന്നും ദൈവം വരുത്തി വെച്ചതല്ല കേട്ടോ. പലപ്പോഴും
നമ്മൾ വരുമാനത്തിൽ കവിഞ്ഞ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് കടത്തിലേക്ക് പോകുന്നത്. അതൊന്നും ദൈവം റെക്കമെൻഡ് ചെയ്തിട്ടില്ല. പിന്നെ ചിലർ തങ്ങളുടെ കാരണത്താലല്ല, തങ്ങളുടെ കുറ്റമല്ല. ഉദാഹരണത്തിന് വീട്ടിൽ അച്ഛനൊരു രോഗം വന്നു, അല്ലെങ്കിൽ ഒരു കുഞ്ഞിനൊരു രോഗം വന്നു. അത് പലതും കടം മേടിച്ചും ക്രെഡിറ്റ് കാർഡ് സ്വൈപ്പ് ചെയ്തും ഉള്ളതെല്ലാം പണയം വെച്ചും പലതും വിറ്റും ഒക്കെ ആയിരിക്കും ചികിത്സ നടത്തിയത്. അത് ആരുടെയും തെറ്റല്ല, ഞാൻ ആരെയും ബ്ലെയിം ചെയ്യില്ല. എന്നാൽ അനാവശ്യമായി ചിലതൊക്കെ ചെയ്ത് വരുമാനത്തിനപ്പുറത്ത് ചെലവിട്ട് ജീവിക്കുന്ന ലൈഫ് സ്റ്റൈലിലൂടെയും ഇനി ഏത് രീതിയിൽ വന്നാലും ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ കുരുങ്ങിക്കിടക്കുന്നവർക്ക് ഒരു പ്രത്യാശയുടെ ഒരു വചനമാണ് ഞാൻ ഈ സംസാരിച്ചത്. ഇത് 2019 ശക്തമായി പരിശുദ്ധാത്മാവിൻ്റെ അകത്ത് സംസാരിച്ചതാണ്. 2019 സംസാരിച്ചത് കൊണ്ട് അത് കാലഹരണപ്പെട്ടു പോകുന്നില്ല. ദൈവവചനം എന്നേക്കും നിലനിൽക്കുന്നു. ദൈവേഷ്ടം ചെയ്യുന്നവനും എന്നേക്കും നിലനിൽക്കുന്നു. ഇതിൻ്റെ റെലവൻസ് ഇപ്പോഴും ഉണ്ട്. ഞാൻ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ കൂടെ അതിശക്തമായി എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ട്. അത് ഞാൻ നാളെ സംസാരിക്കും. ചിലർ യേശുവിനെ ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം എൻ്റെ പാവം പോക്കുന്നൊരു യേശു, കുരിശിൽ മരിച്ചൊരു യേശു, അങ്ങനെയല്ല. നമ്മുടെ ജീവിതത്തിലെ ഇവിടെ നോക്കുക, പോക്കറ്റ് മണിയുടെ കാര്യത്തിൽ പോലും കർത്താവിന് വിചാരമുണ്ട്. കുറച്ചുകൂടി പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ വളർത്തുനായുടെ കാര്യത്തിൽ പോലും കർത്താവിന് വിചാരമുണ്ട്. കാരണം കർത്താവ് കുരികിലിനെ കുറിച്ച് സംസാരിച്ചു. സ്വർഗത്തിലെ പിതാവ് കുരികിലിനെ പോലും അത് വീഴുമ്പോൾ അറിയുന്നു. അതിൻ്റെ അർത്ഥം കുരികിലിനെ ആരും വളർത്തുന്നതൊന്നുമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പാറി പറന്നു നടക്കുന്ന കുരികിൽ, അതിനെക്കുറിച്ച് പോലും മൈൻഡ്ഫുള്ളാണ് സ്വർഗത്തിലെ പിതാവ്. അങ്ങനെയെങ്കിൽ തൻ്റെ സ്വന്തം ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട നമ്മെക്കുറിച്ച് കർത്താവിന് വിചാരമില്ലേ? കൈനീട്ടാമോ? പ്രാർത്ഥിക്കാൻ പോവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ വലിയ വിശ്വാസവും പ്രത്യാശയും എല്ലാവരുടെ അകത്തുണ്ടാകട്ടെ. കിടപ്പ് രോഗികളായിട്ടുള്ള ചിലരെ കർത്താവ് തൊടുന്നു. ഒരു മടങ്ങിവരവില്ല, ഇതോടെ തീരും എന്നൊക്കെ പറയുന്ന പലരെയും കർത്താവ് ഈ സമയത്ത് തൊടുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. ഇതുപോലെ ആമവാദം ബാധിച്ച് പ്രയാസത്തിലായിരിക്കുന്ന ചിലരെ യേശു ഇപ്പോൾ തൊടുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. ആ രോഗബന്ധനം അഴിഞ്ഞുപോട്ടെ. അതുപോലെ ആസ്മ രോഗം ബാധിച്ച് വല്ലാതെ സ്ട്രഗിൾ ചെയ്യുന്ന ചിലരെ കർത്താവ് തൊടുന്നു യേശുവിൻ നാമത്തിൽ. അത് സ്വീകരിക്കുക. ഇൻ ജീസസ് നെയിം. കൈകൾ നീട്ടിപ്പിടിക്കുക. ദൈവിക വിടുതൽ കർത്താവ് അത് കൽപ്പിക്കുന്നതിനായി നന്ദി. സാമ്പത്തികമായി കുഴഞ്ഞ ചില പ്രശ്നങ്ങളും പലരെയും കർത്താവ് പുറത്തു കൊണ്ടുവരികയാണ്. നിങ്ങൾ വിശ്വസിക്കുക. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി. ഇൻ ജീസസ് നെയിം. ആമേൻ. ബ്ലെസ്സിംഗ് ടുഡേയുടെ ഒരു സ്പോൺസറാകാം. ഒരു ബ്ലെസ്സിംഗ് പാർട്ണർഷിപ്പ് പ്രോഗ്രാമിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. ഇതിൻ്റെ പ്രോജക്റ്റുകളിൽ നിങ്ങൾക്ക് സഹകരിക്കാം. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ വേല ചെയ്യാം. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളെ വീണ്ടും കാണാം. ബൈ.